ഒരൊറ്റ നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. 1930കളിൽ ലോകം പിടിച്ചടക്കാൻ ഇറങ്ങിയവരായിരുന്നു ഹിറ്റ്ലറും നാസിപ്പടയും. ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരന്മാർ. പക്ഷേ അന്ന് അവരുടെ രണ്ടാമത്തെ വലിയ നേതാവ് തൻ്റെ രഹസ്യ പോലീസിനെ ഉപയോഗിച്ച് അന്വേഷിച്ച് നടന്നത് സ്വർണമോ പണമോ ആയിരുന്നില്ല. പകരം മരണത്തെപ്പോലും തോൽപ്പിക്കാൻ ശക്തിയുണ്ടെന്ന് നൂറ്റാണ്ടുകളായി പലരും വിശ്വസിച്ച് വരുന്ന ഒരു പുണ്യപാത്രമായിരുന്നു. അതെ, യേശുക്രിസ്തു ഉപയോഗിച്ചുവെന്ന് പറയപ്പെടുന്ന ആ അത്ഭുത പാത്രം, ദ ഹോളി ഗ്രെയിൽ. ഈ ഒരൊറ്റ നിധിക്ക് വേണ്ടി അവർ കാട്ടിക്കൂട്ടിയത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. യേശുക്രിസ്തു ഒരു ജൂതനല്ല, മറിച്ച് തങ്ങളെപ്പോലെ ഒരു ആര്യൻ വംശജനാണെന്ന് ലോകത്തെ വിശ്വസിപ്പിക്കാൻ നാസികൾ നടത്തിയ കള്ളക്കഥകൾ. മാന്ത്രിക ശക്തികൾക്ക് വേണ്ടി മാത്രം ഹിംലർ രഹസ്യമായി പണി കഴിപ്പിച്ച ആധുനിക ക്യാമലോട്ട് കൊട്ടാരം, 200 മനുഷ്യരെ ജീവനോടെ ചുട്ടരിച്ച പഴയ കോട്ടയിലെ ക്രൂരതകൾ. ഇവിടെയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ചോദ്യം ബാക്കിയാകുന്നത്. ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ വേണ്ടി വലിയ വലിയ യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സമയത്തും ഈ ഒരൊറ്റ പാത്രം കണ്ടുപിടിക്കുന്നതിന് നാസികൾ എന്തുകൊണ്ട് ഇത്രയും വലിയ പ്രാധാന്യം നൽകി? ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരന്മാരെ പോലും വിഡ്ഢികളാക്കിയ ഈ അത്ഭുത നിധിയുടെ യഥാർത്ഥ കഥ എന്താണ്? മഞ്ഞുമൂടിയ ആൽപ്സ് മലനിരകളിൽ ആ പാവം നിധിവേട്ടക്കാരന് സംഭവിച്ചതെന്ത്? ഇതൊരു ഹോളിവുഡ് സിനിമ കഥയല്ല കേട്ടോ. ചരിത്രത്തിൽ ശരിക്കും നടന്ന വലിയൊരു നിധിവേട്ടയാണ്. ഈ ഞെട്ടിക്കുന്ന ചരിത്ര സത്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്നൊന്നായി പരിശോധിക്കാം. വെൽക്കം ടു ദി പ്രസന്റ് ടോക്സ്. He can join us in our quest for the Holy Grail. We have the Holy Hand Grenade. Bring up the Holy Hand Grenade. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഹോളി ഗ്രെയിൽ? വെറുമൊരു പഴയ സ്വർണ്ണപാത്രമല്ലത്. ആയിരക്കണക്കിന് വർഷങ്ങളായി ലോകമെമ്പാടുമുള്ള നിധിവേട്ടക്കാരുടെയും രാജാക്കന്മാരുടെയും ഉറക്കം കെടുത്തുന്ന ഈ ഭൂമിയിലെ തന്നെ ഏറ്റവും പവിത്രമായ ഒന്നാണിത്. ഇതിൻ്റെ യഥാർത്ഥ ചരിത്രം തുടങ്ങുന്നത് യേശുക്രിസ്തുവിൻ്റെ അവസാന നാളുകളിലാണ്. യേശു തൻ്റെ ശിഷ്യന്മാർക്കൊപ്പം കഴിച്ച ആ പ്രശസ്തമായ അന്ത്യത്താഴം, ലാസ്റ്റ് സപ്പർ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. വിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെട്ട ആ ദിവസം തൻ്റെ ശിഷ്യന്മാർക്ക് വീഞ്ഞ് പകർന്നു കൊടുക്കാൻ യേശു ഉപയോഗിച്ച ആ വിശുദ്ധ പാനപാത്രമാണിത്. എന്നാൽ ഈ പാത്രം എങ്ങനെയാണ് ഇത്രയും വലിയൊരു അത്ഭുതമായി മാറിയത്? അവിടെയാണ് ചരിത്രത്തിലെ ഏറ്റവും ഇമോഷണലായ ഒരു സംഭവം നടക്കുന്നത്. പഴയ ക്രിസ്തീയ ഇതിഹാസങ്ങളിൽ പറയുന്ന ജോസഫ് ഓഫ് അരിമത്തിയ എന്നൊരാളുണ്ട്. യേശുവിൻ്റെ രഹസ്യ ശിഷ്യനായിരുന്ന അദ്ദേഹം വലിയൊരു സമ്പന്നനായിരുന്നു. യേശുവിനെ കുരിശിലേറ്റിയ ആ കൊടും വേദനയുടെ സമയത്ത് യേശുവിൻ്റെ ശരീരത്തിൽ നിന്നൊഴുകിയ ആ തിരുരക്തം നിലത്ത് വീഴാതെ ഈ പാത്രത്തിൽ ജോസഫ് ശേഖരിച്ചുവെന്ന് ഈ ഇതിഹാസങ്ങളിൽ പറയുന്നു. യേശുവിൻ്റെ മൃതദേഹം അടക്കാൻ ചെയ്യാൻ സ്വന്തം കല്ലറ വിട്ടു നൽകിയതും ഇതേ ജോസഫ് തന്നെയായിരുന്നു. ഇതിനുശേഷം നടന്നതായി ഈ ഇതിഹാസങ്ങൾ പറയുന്ന മറ്റൊരു വലിയ അത്ഭുതമുണ്ട്. യേശുവിനെ അടക്കിയതിന് പിന്നാലെ അന്നത്തെ ഭരണാധികാരികൾ ജോസഫിനെ പിടിച്ച് ഒരു ഇരുട്ടറയിൽ അടച്ചു. വെളിച്ചമോ ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ വർഷങ്ങളോളം അവിടെ കിടന്നിട്ടും ജോസഫ് മരിച്ചില്ല. കാരണം ആ ഇരുട്ടറയിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തിയത് ഈ ഹോളി ഗ്രെയിൽ ആയിരുന്നു എന്നാണ് ക്രിസ്തീയ ഇതിഹാസങ്ങൾ പറയുന്നത്. ക്രിസ്തീയ ഇതിഹാസങ്ങൾ പ്രകാരം ക്രിസ്തുവിൻ്റെ തിരുരക്തം ഈ പാത്രത്തിൽ പതിഞ്ഞതോടെയാണ് ഇത് വെറുമൊരു പാത്രമല്ലാതെ അത്ഭുത ശക്തികളുള്ള വിശുദ്ധ വസ്തുവായി ലോകം മുഴുവൻ അറിയപ്പെടാൻ തുടങ്ങിയത്. ദൈവത്തിൻ്റെ സ്വന്തം സാന്നിധ്യമുള്ള ആ വിശുദ്ധ പാത്രം കയ്യിലുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത്ഭുതങ്ങൾ നടക്കുമെന്ന് അന്നത്തെ ആളുകൾ ഉറച്ചു വിശ്വസിച്ചു. എത്ര വലിയ അസുഖവും ഒറ്റയടിക്ക് ഭേദമാക്കാനും ഈ ഭൂമിയിലെ സകല ദുഃഖങ്ങൾ മാറ്റാനും, എന്തിന് ഒരിക്കലും മരിക്കാതിരിക്കാനുള്ള ജീവന്റെ ഉറവിടമായി, സോഴ്സ് ഓഫ് ഇറ്റേർണൽ ലൈഫായിട്ട് പോലും ആളുകൾ ഈ പാനപാത്രത്തെ കണ്ടിരുന്നതായി പറയപ്പെടുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഏറ്റവും വലിയ പ്രതീകമായ ഈ ഹോളി ഗ്രെയിൽ സ്വന്തമാക്കാൻ പിന്നീട് ലോകമെമ്പാടുമുള്ള രാജാക്കന്മാരും പടയാളികളും തങ്ങളുടെ ജീവിതം തന്നെ മാറ്റിവെച്ചു. ആ പുണ്യപാത്രത്തിന് വേണ്ടിയാണ് പിന്നീട് ഹിംലറും നാസികളും ഇറങ്ങിത്തിരിച്ചത്. അതെ, ഈ മാന്ത്രിക ശക്തിക്ക് പിന്നാലെ എന്ത് വില കൊടുത്തും ഇത് നേടണമെന്ന വാശിയോടെ പാഞ്ഞ ഒരാളായിരുന്നു നാസി രഹസ്യ പോലീസിൻ്റെ, അതായത് SS തലവനായ ഹൈൻറിച്ച് ഹിംലർ.
ആ പാത്രം എങ്ങനെയെങ്കിലും സ്വന്തമാക്കാൻ അയാൾ യൂറോപ്പ് മുഴുവൻ രഹസ്യാന്വേഷണങ്ങൾ തുടങ്ങി. ഇവിടെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഒരു വശത്ത് ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ വേണ്ടി നാസികൾ വലിയ വലിയ യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധങ്ങൾക്ക് അവർ കൊടുക്കുന്ന അതേ പ്രാധാന്യം, അതേ പവർ അവർ ഈ ഒരൊറ്റ പാത്രം കണ്ടുപിടിക്കാനും കൊടുത്തിരുന്നു. ഇത് കേൾക്കുമ്പോൾ ആ ഹോളി ഗ്രെയിലിന്റെ ശക്തി എത്രത്തോളം വലുതായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ആ ഒരു പാത്രത്തിന് വേണ്ടി ഹിംലർ കണ്ടെത്തിയത് ഓട്ടോറാൻ എന്നൊരു ജർമ്മൻ എഴുത്തുകാരനെയാണ്. പഴയ രഹസ്യങ്ങൾ തേടി രാപ്പകൽ അലഞ്ഞു തിരിഞ്ഞ ഇയാളെ പലരും റിയൽ ലൈഫ് ഇന്ത്യാന ജോൺസ് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. ഹിംലർ തൻ്റെ പോലീസിൻ്റെ പവർ മുഴുവൻ ഓട്ടോറാന് കൊടുത്തിട്ട് അയാളെ നാസികളുടെ ഏറ്റവും വലിയ നിധി അന്വേഷകനാക്കി മാറ്റി. ഈ കഥ തുടങ്ങുന്നത് 1933 ജർമ്മനിയിലെ ബെർലിനിലാണ്. നാസികൾ അധികാരം പിടിച്ച സമയം. വലിയ വരുമാനമൊന്നുമില്ലാതെ കഷ്ടപ്പെടുകയായിരുന്ന ഓട്ടോറാന് ഒരു ദിവസം ഒരു അജ്ഞാത മെസ്സേജ് വരുന്നു. ഒരു പ്രധാനപ്പെട്ട മീറ്റിങ്ങിന് വിളിച്ചുകൊണ്ടായിരുന്നു അത്. താൻ പറയുന്ന ഒരു പുസ്തകം എഴുതാൻ തയ്യാറാണെങ്കിൽ അക്കാലത്തെ വലിയൊരു തുക ശമ്പളമായി തരാം എന്നായിരുന്നു വാഗ്ദാനം. ആകാംക്ഷയോടെ അവിടെ എത്തിയ ഓട്ടോറാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം അവിടെ അയാളെ കാത്തിരുന്നത് സാക്ഷാൽ ഹൈൻറിച്ച് ഹിംലർ തന്നെയായിരുന്നു. അന്ന് ആരായിരുന്നു ഹിംലർ? ഹിറ്റ്ലർ കഴിഞ്ഞാൽ നാസി ജർമ്മനിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശക്തി, നാസികളുടെ നട്ടലായ ആ ഭീകര പോലീസ് സംഘത്തിൻ്റെ തലവൻ. ആ മീറ്റിങ്ങിൽ വെച്ച് ലോകത്തെ ഏറ്റവും പവർഫുള്ളായ ഒരു നേതാവ് വെറുമൊരു സാധാരണ എഴുത്തുകാരനായ ഓട്ടോറാന് ആ വലിയ ടാസ്ക് നൽകി. ആ മാന്ത്രിക നിധി ഹോളി ഗ്രെയിൽ എനിക്ക് വേണ്ടി നീ കണ്ടെത്തണം. ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ അത്ഭുതമായി തോന്നുമല്ലേ? പക്ഷേ ഇതൊരു വെറുനിധിവേട്ട ആയിരുന്നില്ല കേട്ടോ. ഹിംലറുടെ ബുദ്ധിയിൽ വിരിഞ്ഞ വളരെ വലിയൊരു പ്ലാനിൻ്റെ തുടക്കം മാത്രമായിരുന്നു അത്. ആ പ്ലാൻ എന്തായിരുന്നു എന്നറിയാമോ? അതറിയണമെങ്കിൽ ഹോളി ഗ്രെയിലിൻ്റെ പ്രാധാന്യം നമ്മൾ കുറച്ചുകൂടി മനസ്സിലാക്കണം. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കണ്ടല്ലോ ആ മാന്ത്രിക പാത്രത്തിൻ്റെ പവിത്രത എന്താണെന്ന്. എന്നാൽ യേശുവിൻ്റെ കുരിശുമരണത്തിന് ശേഷം ആ പാത്രത്തിന് എന്ത് സംഭവിച്ചു? പഴയ ചില ക്രിസ്തീയ രേഖകൾ പറയുന്നത് ജോസഫ് ഓഫ് അരിമത്തിയ ഈ പുണ്യപാത്രവും എടുത്ത് കടൽ കടന്ന് ബ്രിട്ടനിലെ ഗ്ലാസ്റ്റൻബറി എന്ന സ്ഥലത്തെത്തിയെന്നാണ്. അവിടെ അദ്ദേഹം ഒരു രഹസ്യ സങ്കേതത്തിൽ അത് ഒളിപ്പിച്ചു വെച്ചു. പിന്നീട് നമ്മൾ കഥകളിൽ കേട്ടിട്ടുള്ള കിങ് ആർത്തറും അദ്ദേഹത്തിൻ്റെ പോരാളികളും ഈ നിധി തേടിയിറങ്ങാൻ കാരണവും ഇത് തന്നെയാണ്. എന്നാൽ ഇന്നത്തെ ചരിത്രകാരന്മാർ പറയുന്ന ഇതിലും വലിയൊരു സസ്പെൻസ് വേറെയുണ്ട്. ക്രിസ്തുമതം ഉണ്ടാകുന്നതിന് എത്രയോ മുൻപേ തന്നെ ഈ പാത്രത്തെക്കുറിച്ചുള്ള കഥകൾ ഉണ്ടായിരുന്നു. യഹൂദന്മാരുടെ പിതാവായ അബ്രഹാമിൻ്റെ കയ്യിലായിരുന്നു ഇതെന്നും അവരുടെ ഏറ്റവും വിശുദ്ധമായ ദൈവത്തിൻ്റെ വാഗ്ദാന പേടകത്തിനൊപ്പം ഈ പാത്രവും ഉണ്ടായിരുന്നുവെന്നും പഴയ കഥകൾ പറയുന്നു. അതുമാത്രമല്ല, പുരാതന കെൽറ്റിക് വിശ്വാസങ്ങളിലും ഇതുപോലൊരു മാന്ത്രിക പാത്രമുണ്ട്. അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു മാന്ത്രിക തളിക. കാലം മാറിയപ്പോൾ ഇതിൻ്റെ രൂപത്തെക്കുറിച്ചുള്ള കഥകളും മാറി. ചിലർ ഇതൊരു സ്വർണ്ണപാത്രമാണെന്ന് പറഞ്ഞപ്പോൾ മറ്റു ചിലർ ഇതൊരു അത്ഭുത കല്ലാണെന്നും പറഞ്ഞു. രൂപം എന്തായാലും ഒരു കാര്യത്തിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരുന്നു. അസുഖങ്ങൾ മാറ്റാനും മരണം തന്നെ ഇല്ലാതാക്കാനും ഇതിന് കഴിയും എന്നായിരുന്നു വിശ്വാസം. ഈ ഒരു മാന്ത്രിക ശക്തി തന്നെയാണ് ലോകമെമ്പാടുമുള്ള രാജാക്കന്മാരെയും പടയാളികളെയും ഈ നിധിക്ക് പിന്നാലെ പായാൻ പ്രേരിപ്പിച്ചത്. പണ്ടത്തെ കുരിശുയുദ്ധക്കാർ വിശ്വസിച്ചത് ഇത് പുണ്യനാടുകളിൽ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നാണ്. നൂറ്റാണ്ടുകളായി ഇത്രയധികം ആളുകൾ തിരഞ്ഞിട്ടും ഇതിൻ്റെ യാതൊരു തെളിവും ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇത് കേൾക്കുമ്പോൾ ഈ ചരിത്രത്തെക്കുറിച്ച് കുറച്ചെങ്കിലും അറിയാവുന്നവർക്ക് ഇപ്പോൾ ഒരു വലിയ സംശയം തോന്നാം. അപ്പോൾ സ്പെയിനിലെ ഒരു പഴയ പള്ളിയിൽ യേശുക്രിസ്തുവിൻ്റേതാണെന്ന് പറയപ്പെടുന്ന ഒരു പാനപാത്രം ഇപ്പോഴും ഇരിപ്പുണ്ടല്ലോ. പിന്നെ എന്താണ് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത്? തീർച്ചയായും ആ പള്ളികളിൽ ഇരിക്കുന്നത് ശരിക്കും എന്താണെന്നും അതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്താണെന്നും യാതൊരു സംശയങ്ങൾക്കും ഇടം നൽകാതെ നമ്മൾ ഈ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വഴിയേ വരാം. തൽക്കാലം നമുക്ക് വീണ്ടും ആ വലിയ ചോദ്യത്തിലേക്ക് തന്നെ വരാം. ഇത്രയും കാലം ആർക്കും കണ്ടെത്താൻ കഴിയാത്ത ഈ ഗ്രെയിൽ സ്വന്തമാക്കാൻ നാസി നേതാവായ ഹിംലർ എന്തിനാണ് ഇത്രയധികം ആഗ്രഹിച്ചത്? അതിനുള്ള ഉത്തരം അയാളുടെ സ്വഭാവത്തിൽ തന്നെ ഉണ്ട്. നാസി രാഷ്ട്രീയത്തിന് പുറമെ പഴയ പുരാണങ്ങൾ, ജ്യോതിഷം, ദുർമന്ത്രവാദങ്ങൾ എന്നിവയിലൊക്കെ അയാൾക്ക് വലിയ ഭ്രാന്തായിരുന്നു. ഇത്തരം മാന്ത്രിക വസ്തുക്കൾ ഉപയോഗിച്ച് ലോകം മുഴുവൻ അടക്കി ഭരിക്കാനുള്ള വലിയൊരു പവർ നേടിയെടുക്കാം എന്ന് അയാൾ വിശ്വസിച്ചു. തൻ്റെ ഈ ഐഡിയകൾ നടപ്പിലാക്കാൻ വേണ്ടി എന്തും ചെയ്യാനുള്ള അധികാരവും പണവും നാസി ജർമ്മനിയിൽ അയാൾക്ക് ഉണ്ടായിരുന്നു. ഹിംലർക്ക് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. നാസികൾക്ക് അവരുടേതായ ഒരു പുതിയൊരു വിശ്വാസ രീതി വേണം. അതിനായി പഴയ ജർമ്മൻ ആചാരങ്ങളും
പഴയ ദൈവങ്ങളെയും അയാൾ തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇതിൻ്റെ ഭാഗമായി തൻ്റെ SS പട്ടാളക്കാർക്കിടയിൽ ക്രിസ്മസ്, ഈസ്റ്റർ പോലുള്ള സാധാരണ ആഘോഷങ്ങൾ അയാൾ പൂർണ്ണമായും നിരോധിച്ചിരുന്നു. അതിനു പകരം പ്രകൃതിയുമായി ബന്ധപ്പെട്ട ദിവസങ്ങൾ അവർക്കിടയിൽ വലിയ ആഘോഷങ്ങളാക്കി. പള്ളികളിലെ വിവാഹങ്ങൾക്ക് പകരം നാസികളുടെ മാത്രം പ്രത്യേക ആചാരങ്ങളുള്ള വിവാഹങ്ങൾ കൊണ്ടുവന്നു. എന്തിനേറെ പറയുന്നു, കുട്ടികളെ മാമോദീസ മുക്കുന്നതിന് പകരം നാസികളുടേതായ പ്രത്യേക ചടങ്ങുകൾ വരെ അയാൾ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ നാസി പാർട്ടി എന്നത് അന്നൊരു രാഷ്ട്രീയ പാർട്ടി എന്നതിനേക്കാൾ വലിയൊരു നിഗൂഢ സംഘമായി, കൾട്ടായി മാറുകയായിരുന്നു. ഇതിൻ്റെയൊക്കെ പ്രധാന ഗുരു സാക്ഷാൽ ഹിംലർ തന്നെയായിരുന്നു. നാസി പോലീസിൻ്റെ ആ ലോഗോ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇടിമിന്നൽ പോലെയുള്ള 2 വരകൾ. അതൊരു വെറും ഡിസൈൻ ആയിരുന്നില്ല കേട്ടോ. പഴയ ജർമ്മൻ സംസ്കാരത്തിൽ മാന്ത്രിക ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ചില ചിഹ്നങ്ങളിൽ, അതായത് റൂണിക് സിംബൽസിൽ നിന്നാണ് അയാൾ ആ ലോഗോ പോലും ഉണ്ടാക്കിയത്. ഇങ്ങനെ വലിയൊരു രഹസ്യ സംഘം ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഒത്തുകൂടാൻ വലിയൊരു താവളം വേണ്ടേ? അവിടെയാണ് ഹിംലറുടെ യഥാർത്ഥ ആവേശം നമ്മൾ കാണുന്നത്. ജർമ്മനിയിലെ വെവൽസ്ബർഗ് കാസിൽ എന്നൊരു പഴയ കോട്ട അയാൾ വിലയ്ക്ക് വാങ്ങി. എന്നിട്ട് അത് അയാളുടെ ഈ രഹസ്യ പോലീസിൻ്റെ ആസ്ഥാനമാക്കി മാറ്റി. കിങ് ആർത്തറുടെ കഥകൾ കേട്ട ആവേശം കയറി ആ കോട്ടയ്ക്കുള്ളിൽ അയാൾ വലിയൊരു റൗണ്ട് ടേബിളൊക്കെ ഉണ്ടാക്കി. രഹസ്യ പൂജകൾക്ക് വേണ്ടി കോട്ടയ്ക്ക് താഴെ വലിയ അണ്ടർഗ്രൗണ്ട് അറകളും പണിതു. മുറികൾക്കെല്ലാം കിങ് ആർത്തറുടെ കഥകളിലെ പേരുകളും കൊടുത്തു. ചുരുക്കത്തിൽ പഴയ കഥകളിലെ ആ മാന്ത്രിക കൊട്ടാരം ക്യാമലോട്ട് അവിടെ ശരിക്കും ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു ഹിംലർ. എല്ലാം റെഡിയായി, കോട്ടയായി, മീറ്റിംഗ് ടേബിളായി, ഒപ്പം പവർഫുള്ളായ പട്ടാളക്കാരുമായി. എന്നാൽ അവിടെ എന്തിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു? ആ കോട്ടയുടെ ഹൃദയഭാഗത്ത് പ്രതിഷ്ഠിക്കാൻ ഒരൊറ്റ സാധനം കൂടി മാത്രമേ ഹിംലർക്ക് വേണ്ടിയിരുന്നുള്ളൂ, ആ അൾട്ടിമേറ്റ് പവർ, ദി ഹോളി ഗ്രെയിൽ. പക്ഷേ എത്ര വലിയ സൈന്യം ഉണ്ടായിട്ടും കാര്യമില്ല. ആ മാന്ത്രിക നിധി എവിടെയാണെന്ന് കണ്ടെത്താൻ ഹിംലർക്ക് ഒരു സാധാരണക്കാരൻ്റെ സഹായം ആവശ്യമായിരുന്നു. അതെങ്ങനെയെങ്കിലും ആ കോട്ടയിലെത്തിക്കാൻ വേണ്ടിയാണ് ഹിംലർ ആ റിയൽ ലൈഫ് ഇന്ത്യാന ജോൺസിനെ വിളിപ്പിക്കുന്നത്. അതെ, ഓട്ടോ റാൻ. ശരിക്കും ആരായിരുന്നു ഈ ഓട്ടോ റാൻ? അയാൾക്ക് മാത്രം എങ്ങനെയാണ് ഈ നിധിയെക്കുറിച്ച് ഇത്രയധികം കാര്യങ്ങൾ അറിയാമായിരുന്നത്? അയാളുടെ ആ ഞെട്ടിക്കുന്ന ഭൂതകാലം എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. 1904 ജനിച്ച ഓട്ടോറാൻ്റെ കുട്ടിക്കാലം ദാരിദ്ര്യവും യുദ്ധങ്ങളും നിറഞ്ഞതായിരുന്നു. ചുറ്റും നടക്കുന്ന ഈ സങ്കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആ കുട്ടി കൂട്ടുപിടിച്ചത് പുസ്തകങ്ങളെയാണ്. പഴയ കാലത്തെ രാജാക്കന്മാരുടെയും നിധികളുടെയും ഒക്കെ കഥകൾ വായിക്കുക എന്നതായിരുന്നു അയാളുടെ ഏറ്റവും വലിയ സന്തോഷം. എന്നാൽ ഇതിലെല്ലാം ഉപരി ഓട്ടോറാൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് ഒരൊറ്റ കഥയാണ്. കിങ് ആർത്തറുടെ വിശ്വസ്ത പോരാളിയായിരുന്ന പാർസിഫലിൻ്റെ കഥ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു ജർമ്മൻ കവി എഴുതിയ വരികളിലൂടെയാണ് ഈ കഥ ലോകം മുഴുവൻ പ്രശസ്തമാകുന്നത്. ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. നമ്മൾ ഇതുവരെ വിശ്വസിച്ചിരുന്നത് ഹോളി ഗ്രെയിൽ എന്നത് യേശുക്രിസ്തു ഉപയോഗിച്ച ഒരു പാത്രമാണെന്നല്ലേ? എന്നാൽ ഈ കവിതയിൽ അതൊരു പാത്രമേയല്ല. പകരം രോഗങ്ങൾ മാറ്റാനും ഒരിക്കലും മരിക്കാതിരിക്കാനും പവറുള്ള സ്വർഗത്തിൽ നിന്ന് വീണ ഒരു അത്ഭുതക്കല്ല്, അതായിരുന്നു ഹോളി ഗ്രെയിൽ. ഇവിടെ നമ്മൾ കൃത്യമായ ഒരു ചരിത്ര സത്യം മനസ്സിലാക്കണം. യേശുക്രിസ്തുവിൻ്റെ ഈ പാനപാത്രവും കവിതയിൽ പറയുന്ന ഈ കല്ലും തമ്മിൽ ചരിത്രപരമായി യാതൊരു ബന്ധവുമില്ല. പഴയ ക്രിസ്തീയ രേഖകളിൽ ഗ്രെയിൽ എന്നത് ഒരു പാത്രം മാത്രമാണ്. അതിൽ കല്ലിൻ്റെ യാതൊരു കഥയുമില്ല. പിന്നെ എങ്ങനെയാണ് ഇതൊരു കല്ലായി മാറിയത്? 13-ാം നൂറ്റാണ്ടിൽ കവിത എഴുതിയ ആ ജർമ്മൻ കവി തൻ്റെ കഥയ്ക്ക് കുറച്ചുകൂടി സസ്പെൻസ് നൽകാൻ വേണ്ടി പഴയ കെൽറ്റിക് നാടോടി കഥകളിലെ ഒരു മാന്ത്രിക കല്ലിനെ ഹോളി ഗ്രെയിലാക്കി മാറ്റിയതാണ്. അതായത് വെറുമൊരു കവിയുടെ ഭാവന, പോയറ്റിക് ഇമാജിനേഷൻ മാത്രമായിരുന്നു അത്. പക്ഷേ ഓട്ടോറാന് പറ്റിയ ഏറ്റവും വലിയ ചരിത്രപരമായ അബദ്ധവും ഇത് തന്നെയായിരുന്നു. ഒരു കവിയുടെ ഭാവന മാത്രമായിരുന്ന ഈ കല്ലിൻ്റെ കഥ യഥാർത്ഥ ചരിത്രമാണെന്ന് അയാൾ അന്ധമായി വിശ്വസിച്ചു. അങ്ങനെയാണ് യേശുവിൻ്റെ പാത്രം കണ്ടുപിടിക്കാൻ ഇറങ്ങിയ നാസികൾ ഒടുവിൽ ഫ്രാൻസിലെ ഏതോ മലനിരകളിൽ ഒരു കല്ല് തപ്പി ഇറങ്ങിയത്. ഈ കല്ല് എവിടെ നിന്ന് വന്നു എന്നറിയാമോ? സ്വർഗത്തിൽ വെച്ച് മലാകമാരും സാത്താനായി മാറിയ ലൂസിഫറും തമ്മിൽ നടന്ന മഹായുദ്ധത്തിൽ ലൂസിഫറിൻ്റെ സ്വർണ്ണ കിരീടത്തിൽ നിന്നും അടർന്നു ഭൂമിയിലേക്ക് വീണ വലിയൊരു പച്ചരത്നമാണ് ഇതെന്നാണ് ഈ കവിത പറയുന്നത്. ഈ മാന്ത്രിക കല്ലുള്ളത് മുൻസാൽവാഷെ എന്ന് പേരുള്ള ഒരു രഹസ്യ കോട്ടയിലാണെന്നാണ് ഈ കഥ പറയുക. എല്ലാവരും ഇതൊരു വെറും കെട്ടുകഥയാണെന്ന് പറഞ്ഞപ്പോൾ ഓട്ടോറാൻ വിശ്വസിച്ചത് അതൊരു യഥാർത്ഥ സ്ഥലമാണെന്നാണ്. വെറുമൊരു കഥ കേട്ട് ഇറങ്ങിയതല്ല അയാൾ. ഒരു പോലീസുകാരൻ്റെ അന്വേഷണം പോലെയാണ് അയാൾ ഇതിന് പിന്നാലെ പോയത്. സത്യം കണ്ടെത്താൻ അയാൾ പഴയ മാപ്പുകളും രേഖകളും കുടുംബ ചരിത്രങ്ങളും എല്ലാം അരിച്ചു പെറുക്കി.
ആ കഥകൾക്ക് പിന്നിലെ യഥാർത്ഥ മനുഷ്യരെ അയാൾ അന്വേഷിച്ചു. അന്വേഷണത്തിനൊടുവിൽ ഫ്രാൻസിലെ ചില നാടോടി ഗായകരുടെ പാട്ടുകളിൽ നിന്ന് അയാൾക്കൊരു പ്രധാന സൂചന കിട്ടി. പഴയ ചരിത്രങ്ങൾ ഇത്തരം പാട്ടുകളിലൂടെയാണ് കൈമാറി വരുന്നത് എന്ന് റാന് ഉറപ്പായിരുന്നു. ഈ പാട്ടുകളിൽ പറയുന്ന ഒരു ഗ്രൂപ്പായിരുന്നു കാത്തറുകൾ. വർഷങ്ങൾക്ക് മുൻപ് ഫ്രാൻസിൽ ജീവിച്ചിരുന്ന ഇവർ വെറും കെട്ടുകഥയിലെ ആളുകളായിരുന്നില്ല. അവരുടെ കയ്യിൽ അതിശയകരമായ പല നിധികളും ഉണ്ടായിരുന്നുവെന്നും കൂട്ടത്തിൽ സ്വർഗത്തിൽ നിന്ന് വീണ ആ അത്ഭുത കല്ലും ഉണ്ടായിരുന്നുവെന്നും ഓട്ടോ റാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഓട്ടോ റാന് കാര്യം പിടികിട്ടി. ഈ കാത്തറുകളുടെ കയ്യിലുള്ള നിധിയായിരുന്നു പഴയ കവിതയിൽ പറഞ്ഞ ആ മാന്ത്രിക കല്ല്. അങ്ങനെയെങ്കിൽ ആ കല്ല് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ഹോളി ഗ്രെയിൽ എന്ന് റാൻ വിശ്വസിച്ചു. എന്നാൽ ഈ കാത്തറുകൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു? വർഷങ്ങൾക്ക് മുൻപ് നടന്ന വലിയൊരു യുദ്ധത്തിൽ അവരെ ഒന്നടങ്കം കൊന്നൊടുക്കുകയായിരുന്നു. എന്നാൽ ശത്രുക്കൾ അവരെ പിടിക്കുന്നതിന് തൊട്ടു മുൻപ് ആ അത്ഭുത കല്ല്, ആ ഹോളി ഗ്രെയിൽ അവർ എവിടെയോ ഒളിപ്പിച്ചു വെച്ചു. എവിടെയാണത്? അതാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്. എന്തിനാണ് ഈ കാത്തറുകളെ ഇത്ര ക്രൂരമായി കൊന്നൊടുക്കിയത്? അതിന് കാരണം അവരുടെ വിശ്വാസമായിരുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പുരോഹിതന്മാരോ ബിഷപ്പുമാരോ മറ്റ് ഇടനിലക്കാരോ ആവശ്യമില്ലെന്ന് അവർ വിശ്വസിച്ചു. ആർക്കും നേരിട്ട് ദൈവത്തോട് സംസാരിക്കാം. ഇത് അന്നത്തെ സഭയ്ക്ക് വലിയൊരു ഭീഷണിയായി മാറി. അതോടെ അവർക്കെതിരെ വലിയൊരു യുദ്ധം തന്നെ പ്രഖ്യാപിച്ചു. വലിയൊരു സൈന്യം ഫ്രാൻസിലേക്ക് ഇരച്ചു കയറി. അവരുടെ ഗ്രാമങ്ങൾ ചുട്ടെരിച്ചു. ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കി. ജീവൻ രക്ഷിക്കാൻ ബാക്കിയുള്ളവർ ഒരു വലിയ മലമുകളിലെ കോട്ടയിൽ അഭയം പ്രാപിച്ചു. മോൺസെഗൂർ കോട്ട. 1244 വലിയൊരു സൈന്യം ഈ കോട്ട വളഞ്ഞു. വെറും കുറച്ചു പേർ മാത്രമുള്ള ആ കോട്ടയ്ക്കുള്ളിൽ അവർ 10 മാസത്തോളം ശത്രുക്കളോട് പിടിച്ചു നിന്നു. ഒടുവിൽ വേറെ വഴിയില്ലാതെ അവർ കീഴടങ്ങി. പക്ഷേ സ്വന്തം വിശ്വാസം ഉപേക്ഷിക്കാൻ അവർ തയ്യാറായില്ല. അതിനവർ കൊടുത്ത വില എന്താണെന്നറിയാമോ? ഏതാണ്ട് 200ഓളം പേരെ കോട്ടയ്ക്ക് താഴെ വെച്ച് ശത്രുക്കൾ ജീവനോടെ ചുട്ടെരിച്ചു. കാത്തറുകളുടെ ആ വലിയ നിധി ലക്ഷ്യമിട്ടാണ് സൈന്യം കോട്ടയ്ക്കുള്ളിലേക്ക് ഇരച്ചു കയറിയത്. എന്നാൽ അവിടെ അവർ കണ്ടത് ഒരു വലിയ ശൂന്യതയായിരുന്നു. അവിടെ യാതൊരു നിധിയും ഉണ്ടായിരുന്നില്ല. പിന്നെ ആ നിധി എവിടെ പോയി? അവിടെയാണ് ഈ കഥയിലെ ഏറ്റവും വലിയ സസ്പെൻസ്. ആ നാട്ടുകാരുടെ ഇടയിലെ പഴയ കഥകൾ പറയുന്നത് മറ്റൊന്നാണ്. കോട്ട തകരുന്നതിന് തൊട്ടു മുൻപ് ആരും അറിയാതെ കുറച്ചുപേർ കോട്ടയുടെ പുറകിലെ ചെങ്കുത്തായ മല ഇറങ്ങി രക്ഷപ്പെട്ടിരുന്നുവെന്നും അവരുടെ കയ്യിൽ ആ വലിയ നിധിയായ ഹോളി ഗ്രെയിൽ ഉണ്ടായിരുന്നുവെന്നും ഓട്ടോ റാൻ വിശ്വസിച്ചു. പൈറനീസ് മലനിരകളിലെ മൈലുകളോളം നീണ്ടുകിടക്കുന്ന ഇരുണ്ട ഗുഹകൾക്കുള്ളിൽ എവിടെയോ അവർ ആ അത്ഭുത കല്ല് ഒളിപ്പിച്ചു വെച്ചു എന്നാണ് അയാൾ കരുതിയത്. വർഷങ്ങൾക്ക് ശേഷം ഈ ചരിത്രം പഠിച്ച ഓട്ടോ റാന് ഒരു കാര്യം ഉറപ്പായി. പഴയ കവിതയിൽ പറയുന്ന ആ രഹസ്യ കോട്ട ഈ മോൺസെഗൂർ കോട്ട തന്നെയാണ്. അങ്ങനെയെങ്കിൽ ആ ഹോളി ഗ്രെയിൽ ഉറപ്പായും ആ മലനിരകളിലെ ഗുഹകളിൽ എവിടെയോ ഉണ്ട്. ഹിംലർ ഓട്ടോ റാനെ കണ്ടുപിടിക്കുന്നതിന് എത്രയോ മുൻപേ തന്നെ അയാൾ ഈ നിധിക്ക് പിന്നാലെ ഇറങ്ങിയിരുന്നു. സ്വന്തം കയ്യിലുള്ള പണം മുഴുവൻ ചിലവാക്കി അയാൾ അവിടെ ഒരു ചെറിയ ഹോട്ടൽ വാടകയ്ക്കെടുത്തിരുന്നു. എന്നിട്ട് ആരും പോകാത്ത ആ വലിയ ഗുഹകളിലൂടെയും തകർന്ന കോട്ടകളിലൂടെയും രാപ്പകലില്ലാതെ അയാൾ ആ നിധി തേടി അലഞ്ഞു. ഹിംലറും പണവും പവറും ഇല്ലാതെ തന്നെ ഓട്ടോ റാൻ ആ മലനിരകളിൽ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു. അതെന്താണെന്നറിഞ്ഞപ്പോഴാണ് ഹിംലർ അയാളെ ബെർലിനിലേക്ക് വിളിപ്പിച്ചത്. ഹിംലറുടെ പണവും നാസി പോലീസിന്റെ ഫുൾ പവറും കൂടി കിട്ടിയപ്പോൾ ഓട്ടോ റാന്റെ ആ അന്വേഷണം ഏത് ലെവലിലേക്ക് മാറിയെന്നറിയാമോ? യൂറോപ്പിലെ തന്നെ ഏറ്റവും സങ്കീർണമായ ഗുഹാ ശൃംഖലകളാണ് പൈറനീസ് മലനിരകളിലേത്. അവസാനിക്കാത്ത ഇരുണ്ട തുരങ്കങ്ങളും ഏത് നിമിഷവും അപകടം സംഭവിക്കാവുന്ന ദുരൂഹമായ വലിയ അറകളും നിറഞ്ഞ ഒരു അധോലോകം. ഇന്നത്തെ ഏറ്റവും പുതിയ ടെക്നോളജിയുടെ സഹായത്തോടെ പോകുന്ന വിദഗ്ധരായ ഗവേഷകർക്ക് പോലും ഈ ഗുഹകൾ ഇന്നും വലിയൊരു പേടി സ്വപ്നമാണ്. യാതൊരുവിധ ആർക്കിയോളജിക്കൽ പരിശീലനം ഇല്ലാതെയാണ് ഓട്ടോ റാൻ തൻ്റെ ജീവൻ പണയം വെച്ച് ആ കൂരിരുട്ടിലേക്ക് ഇറങ്ങിപ്പോയത്. എന്നിട്ടും ഒട്ടും ഭയമില്ലാതെ അയാൾ ഓരോ തുരങ്കവും കയറി ഇറങ്ങി. കണ്ടെത്തുന്ന ഓരോ ചെറിയ വിവരങ്ങളും വളരെ കൃത്യമായി തൻ്റെ ഡയറിയിൽ കുറിച്ചു വെച്ചു. വെറുതെയല്ല ചരിത്രം അയാളെ റിയൽ ലൈഫ് ഇന്ത്യാന ജോൺസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. കെട്ടുകഥകളിലെ സ്വർണ്ണനിധികൾ തേടിയിറങ്ങിയ വെറുമൊരു അത്യാഗ്രഹി ആയിരുന്നില്ല അയാൾ. മറിച്ച് നൂറ്റാണ്ടുകളായി ഉറങ്ങിക്കിടക്കുന്ന പഴയ ഐതിഹ്യങ്ങൾക്കുള്ളിൽ നിന്ന് യഥാർത്ഥ ചരിത്രത്തിൻ്റെ സത്യങ്ങൾ ചികഞ്ഞെടുക്കാൻ ഇറങ്ങിത്തിരിച്ച ധീരനായ ഒരു ചരിത്രാന്വേഷിയായിരുന്നു അദ്ദേഹം. അങ്ങനെയിരിക്കെ ഒരു ദിവസം അയാളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വലിയ സംഭവം ഉണ്ടായി. ഇരുണ്ട ഗുഹക്കുള്ളിലെ ചില പാറകളിൽ വരച്ചു വെച്ചിരുന്ന ചില ചിത്രങ്ങളും കൊത്തുപണികളും അയാൾ കണ്ടെത്തി. അതെല്ലാം അയാൾ തൻ്റെ നോട്ട്ബുക്കിലേക്ക് പകർത്തി വരച്ചു. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ
ബെത്ലഹേം ഗ്രോട്ടോ എന്ന് വിളിക്കുന്ന ഒരു ഭീമൻ ഗുഹയ്ക്കുള്ളിൽ ചുമരിൽ കൊത്തിയെടുത്ത 5 വശങ്ങളുള്ള ഒരു പ്രത്യേക അറ അയാൾ കണ്ടെത്തി. ഖാത്തറുകൾ അവരുടെ രഹസ്യ പൂജകൾക്കും മറ്റും ഉപയോഗിച്ചിരുന്ന സ്ഥലമായിരുന്നു അതെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. അതുമാത്രമല്ല, ആ ഗുഹകൾക്കുള്ളിൽ നിന്ന് മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ വരെ അയാൾ കണ്ടെത്തി. അതെ, ഖാത്തറുകൾ ശരിക്കും അവിടെ ഒളിച്ചിരുന്നു. ആ അത്ഭുതക്കല്ല് അഥവാ ഹോളി ഗ്രെയിൽ ആ ഗുഹകളുടെ ഇരുളിൽ എവിടെയോ ഭദ്രമായി ഇരിപ്പുണ്ടെന്ന് അയാൾക്ക് ഉറപ്പായി. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. വർഷങ്ങളോളമുള്ള ഈ അലച്ചിൽ അയാളെ സാമ്പത്തികമായും പൂർണ്ണമായും തകർത്തു. കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവൻ തീർന്നു. കൂടെയുള്ളവർക്ക് ശമ്പളം കൊടുക്കാൻ പോലുമില്ലാതെ എടുത്ത ഹോട്ടലിൻ്റെ വാടക മുടങ്ങി അയാൾ വലിയ കടക്കെണിയിലായി. ഒടുവിൽ വേറെ വഴിയില്ലാതെ തൻ്റെ ആ വലിയ സ്വപ്നം അവിടെ ഉപേക്ഷിച്ച് അയാൾക്ക് ഫ്രാൻസിൽ നിന്ന് മടങ്ങേണ്ടി വന്നു. ആ വലിയ അന്വേഷണം അവിടെ പെട്ടെന്ന് അവസാനിച്ചു. ദാരിദ്ര്യവുമായി ജർമ്മനിയിൽ തിരിച്ചെത്തുമ്പോൾ അയാളുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ആ ഗുഹകളിൽ നിന്ന് തയ്യാറാക്കിയ കുറേ നോട്ട്ബുക്കുകളും പ്രസിദ്ധീകരിക്കാൻ തയ്യാറാക്കിയ ഒരു പുസ്തകത്തിൻ്റെ എഴുത്തുകളും മാത്രമായിരുന്നു. എന്നാൽ ആ നോട്ട്ബുക്കുകൾ അയാളുടെ തലവര മാറ്റി എഴുതാൻ പോവുകയായിരുന്നു. ആ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി ചെന്നെത്തിയത് നാസി സാമ്രാജ്യത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നേതാവായ സാക്ഷാൽ ഹൈൻറിച്ച് ഹിംലറുടെ കൈകളിലാണ്. ഹിംലർ ആ പുസ്തകം വായിച്ചു. അയാൾക്ക് കാര്യം പിടികിട്ടി. ഈ നിധി തനിക്ക് വേണം. ഒരു സാധാരണക്കാരന് ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയാത്ത ആ നിധി കണ്ടെത്താൻ ഒട്ടും ആലോചിക്കാതെ തൻ്റെ പോലീസിൻ്റെ സകല അധികാരങ്ങളും സമ്പത്തും ഹിംലർ ഓട്ടോ റാൻ്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. പണമില്ലാതെ പാതിവഴിയിൽ ഉപേക്ഷിച്ച ആ സ്വപ്നം പെട്ടെന്ന് ഒരു വലിയ നാസി ഓപ്പറേഷനായി മാറുകയായിരുന്നു. ആ വലിയ നാസിപ്പടയെയും കൂട്ടി ഓട്ടോ റാൻ ഉടനെ ഫ്രാൻസിലേക്ക് പോയോ? ഇല്ല. അവിടെയാണ് ചരിത്രത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ആ ഡീൽ നടക്കുന്നത്. നാസികൾ ജർമ്മനിയുടെ അധികാരം പിടിക്കുന്നതിന് മുൻപ് വരെ ഓട്ടോ റാനെ പോലെയുള്ള ഗവേഷകരുടെ തിയറികളെ വെറും ഭ്രാന്തൻ ആശയങ്ങളായിട്ടായിരുന്നു സമൂഹവും ചരിത്രകാരന്മാരും തള്ളിക്കളഞ്ഞത്. ആരും അതിന് വലിയ വില കൊടുത്തിരുന്നില്ല. എന്നാൽ ഹിറ്റ്ലറും സംഘവും വന്നതോടെ ആ കഥയങ്ങ് മാറി. നാസി നേതാക്കൾക്ക് പഴയ പുരാണങ്ങളിലും മാന്ത്രിക നിധികളിലും വലിയ താല്പര്യമുണ്ടായിരുന്നു. സത്യത്തിൽ നാസികളുടെ ഈ കൊടിയ രാഷ്ട്രീയത്തിലൊന്നും റാന് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഹിംലർക്ക് റാൻ്റെ അന്വേഷണങ്ങളുടെ യഥാർത്ഥ വില എന്താണെന്ന് കൃത്യമായി അറിയാമായിരുന്നു. വർഷങ്ങളായി റാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആ ഒരൊറ്റ കാര്യം, അത് ഹിംലർ അയാളുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. അന്വേഷണങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചിലവാക്കാൻ അതിരുകളില്ലാത്ത സാമ്പത്തിക സഹായം. പക്ഷേ ആ പണം വെറുതെ കൊടുക്കാൻ ഹിംലർ തയ്യാറായിരുന്നില്ല. അവിടെ അവർ തമ്മിൽ ഒരു വലിയ കരാർ ഒപ്പിട്ടു. റാൻ്റെ യാത്രകൾക്കും റിസർച്ചിനും വേണ്ട മുഴുവൻ പണവും ഹിംലർ നൽകും. പകരം റാൻ നാസി പോലീസിൽ, അതായത് SS ചേരണം. അവരുടെ കറുത്ത യൂണിഫോം ധരിക്കണം. സത്യത്തിൽ ഇതൊരു ചെകുത്താനുമായുള്ള കരാറായിരുന്നു. കാരണം ആരായിരുന്നു ഈ SS? തനി ജർമ്മൻ രക്തമുള്ളവർക്ക് മാത്രം പ്രവേശനമുള്ള നാസി ജർമ്മനിയിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന കൊലയാളി സംഘം. ഇത്രയും ക്രൂരമായ ഒരു ഗ്രൂപ്പായിട്ടും ആ ഓഫർ റാൻ സ്വീകരിച്ചു. കാരണം പണമില്ലാതെ പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ആ വലിയ സ്വപ്നത്തിലേക്ക് ഇനി അയാൾക്ക് രാജാവിനെ പോലെ തിരിച്ചു പോകാമായിരുന്നു. അങ്ങനെ 1936 ഹിംലർ ഓട്ടോ റാൻ ഒരു പുതിയ പദവി നൽകി. നാസി പോലീസിന്റെ കീഴിലുള്ള ഏറ്റവും നിഗൂഢമായ ഒരു സംഘത്തിലേക്കായിരുന്നു അത്. അതിൻ്റെ പേര് അനനെർബെ. ഇതൊരു സാധാരണ ഗ്രൂപ്പ് ആയിരുന്നില്ല. ചരിത്രം പഠിക്കുന്നവരും പുരാവസ്തു ഗവേഷകരുമൊക്കെയുള്ള ഒരു പ്രത്യേക സംഘം. ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നറിയാമോ? തങ്ങളുടെ ജർമ്മൻ വംശമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച മനുഷ്യരെന്ന് തെളിയിക്കാൻ വേണ്ട വ്യാജ ചരിത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ചുരുക്കി പറഞ്ഞാൽ നാസികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ റിസർച്ച് ടീം. ഇവിടെ ഏറ്റവും രസകരമായ ചരിത്രം എന്തെന്നാൽ ഹിംലറുടെ ഈ അന്ധവിശ്വാസങ്ങളെ സാക്ഷാൽ ഹിറ്റ്ലർ പോലും പുച്ഛിച്ചിരുന്നു എന്നതാണ്. ലോകം മുഴുവൻ പിടിച്ചടക്കാൻ താൻ ശ്രമിക്കുമ്പോൾ ഹിംലർ പഴയ മൺകലങ്ങളും കല്ലുകളും തേടി നടക്കുകയാണെന്ന് ഹിറ്റ്ലർ കളിയാക്കിയിരുന്നു. എന്നിട്ടും ഹിംലർ ഇതൊന്നും നിർത്തിയില്ല. ആ വലിയ നാസി ഗ്രൂപ്പിന്റെ മുഴുവൻ പവറുമായാണ് ഓട്ടോ റാൻ വീണ്ടും തൻ്റെ അന്വേഷണം തുടങ്ങുന്നത്. ഒരു കാലത്ത് വാടക കൊടുക്കാൻ പോലും ഇല്ലാതെ ആരും അറിയാതെ ആ ഫ്രഞ്ച് ഗുഹകളിൽ നിന്നും തലകുനിച്ച് മടങ്ങിയ ഓട്ടോ റാൻ ഇത്തവണ ആ പഴയ മലനിരകളിലേക്ക് തിരിച്ചു ചെന്നത് നാസി ജർമ്മനിയുടെ കറുത്ത യൂണിഫോമും കയ്യിൽ നിറയെ പണവും കൂട്ടിന് അതിക്രൂരന്മാരായ SS പട്ടാളക്കാരുമായിട്ടാണ്. ഇനി ആ മലനിരകളിൽ എന്ത് സംഭവിക്കും? വർഷങ്ങൾക്ക് മുൻപ് കൈവിട്ടുപോയ ആ അത്ഭുത കല്ല് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞോ? നാസി ജർമ്മനിയുടെ സർവ്വസന്നാഹങ്ങളുമായി ഓട്ടോ റാൻ ആ പൈറനീസ് മലനിരകളിൽ തൻ്റെ അന്വേഷണം പുനരാരംഭിച്ചു. അയാളുടെ കണ്ണിൽ ആ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ദി ഹോളി ഗ്രെയിൽ. എന്നാൽ അയാൾ അറിയാതെ പോയ വലിയൊരു സത്യം അവിടെ ഉണ്ടായിരുന്നു.
കൂടെ വന്ന നാസികൾക്ക് ഇതൊരു സാധാരണ ചരിത്രാന്വേഷണം ആയിരുന്നില്ല, മറിച്ച് ലോകത്തെ മുഴുവൻ വിഡ്ഢികളാക്കാനുള്ള വലിയൊരു ഗൂഢാലോചനയുടെ തുടക്കമായിരുന്നു അത്. കാരണം ഹിംലറുടെയും ആ പ്രത്യേക സംഘത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു എന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ചരിത്രത്തെ അവർക്ക് തോന്നുംപടി തിരുത്തി എഴുതുകയായിരുന്നു അവർ. തങ്ങളുടെ ജർമ്മൻ വംശമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച മനുഷ്യരെന്ന് സ്ഥാപിക്കാൻ എന്ത് കളവും അവർ പറയുമായിരുന്നു. അവിടെയുള്ള ആളുകൾക്ക് സത്യം എന്താണെന്ന് കണ്ടെത്താൻ അധികാരം പോലും ഇല്ലായിരുന്നു. പകരം ഹിംലർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സത്യമാണ് എന്ന് വരുത്തി തീർക്കുകയായിരുന്നു അവരുടെ പണി. ഇത് എത്രത്തോളം പോയെന്ന് വെച്ചാൽ യേശു ക്രിസ്തു ഒരു ജൂതനല്ലെന്നും തങ്ങളെപ്പോലെ ഒരു ജർമ്മൻ വംശജനാണെന്ന് വരെ അവർ കള്ളക്കഥ ഉണ്ടാക്കി. കേൾക്കുമ്പോൾ ഇതൊരു തമാശയായി തോന്നാമെങ്കിലും ഇതിൻ്റെ ഫലം വളരെ വലുതായിരുന്നു. ഈ കള്ളക്കഥകൾ ഉപയോഗിച്ചാണ് പിന്നീട് ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കാൻ നാസികൾ ന്യായം കണ്ടെത്തിയത്. എന്നാൽ നാസികൾക്ക് പിന്നിലെ ഈ ഇരുണ്ട രാഷ്ട്രീയമൊന്നും ഓട്ടോ റാൻ ശ്രദ്ധിച്ചതേയില്ല. ഈ ഗൂഢാലോചനകളിൽ യാതൊരു താല്പര്യവും ഇല്ലാതിരുന്ന അയാളുടെ ലോകം ആ പഴയ ചരിത്രങ്ങളും രേഖകളും മാത്രമായിരുന്നു. തനിക്ക് ലഭിച്ച വലിയ അധികാരവും പണവും ഉപയോഗിച്ച് തൻ്റെ കണ്ടെത്തലുകൾ ലോകത്തെ അറിയിക്കാനാണ് അയാൾ ശ്രമിച്ചത്. അങ്ങനെ പൈറനീസ് മലനിരകളിലെ പഴയ അനുഭവങ്ങളും കാത്തറുകളെക്കുറിച്ചുള്ള തൻ്റെ തിയറികളും ചേർത്ത് അയാൾ പുതിയൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകം ഹിംലർക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. അയാൾ അതിൻ്റെ ആയിരക്കണക്കിന് കോപ്പികൾ പ്രിൻ്റ് ചെയ്ത് തൻ്റെ ഉയർന്ന പോലീസുകാർക്കിടയിൽ വിതരണം ചെയ്തു. നാസി പോലീസിൽ പ്രമോഷൻ കിട്ടണമെങ്കിൽ റാൻ്റെ ഈ പുസ്തകം നിർബന്ധമായി വായിച്ചിരിക്കണം എന്നൊരു നിയമം വരെ ഹിംലർ കൊണ്ടുവന്നു. ഹിംലറുടെ ഈ സപ്പോർട്ട് കാരണം റാൻ്റെ പദവി അതിവേഗം വളർന്നു. എന്നാൽ സത്യത്തിൽ ഒരു നാസി യൂണിഫോം ഇടാൻ പോലും അയാൾക്ക് യാതൊരു യോഗ്യതയും ഇല്ലായിരുന്നു. അയാൾ ഒരു പട്ടാളക്കാരനായിരുന്നില്ല, വെറും ഒരു കവിയും എഴുത്തുകാരനും മാത്രം. അയാൾ ശാരീരികമായി വളരെ ദുർബലനായിരുന്നു. പട്ടാള ചിട്ടകൾ ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന അയാൾക്ക് ഒരു തോക്കുപോലും നേരെ പിടിക്കാൻ അറിയില്ലായിരുന്നു. എന്നിട്ടും ഒരു നല്ല റിസർച്ചർ എന്ന കഴിവ് കൊണ്ട് മാത്രമാണ് അയാൾക്ക് വലിയ പ്രമോഷനുകൾ കിട്ടിയത്. എന്നാൽ ഈ വിജയത്തിന് റാൻ കൊടുത്ത വില വളരെ വലുതായിരുന്നു. താൻ എഴുതിയ പുതിയ പുസ്തകം അച്ചടിക്കാൻ പോകുന്നതിന് മുൻപ് റാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. താൻ ഒരിക്കലും എഴുതാത്ത ചില കൊടും ക്രൂരമായ കാര്യങ്ങൾ നാസികൾ ആ പുസ്തകത്തിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നു. ജൂതന്മാരെ വെറുക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു അത്. പക്ഷേ അയാൾ അതിനെതിരെ ഒരക്ഷരം പോലും മിണ്ടിയില്ല. ആ പുസ്തകം അതുപോലെ തന്നെ പുറത്തിറക്കാൻ അയാൾ സമ്മതിച്ചു. തൻ്റെ സ്വപ്നത്തിന് പണം മുടക്കുന്നവരെ പിണക്കാതിരിക്കാൻ അയാൾ ആ വലിയ തെറ്റ് കണ്ടില്ലെന്ന് നടിച്ചു. കാരണം എന്തായാലും ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരന്മാരുമായി അയാൾ ഒരു ഡീൽ ഉറപ്പിച്ച് കഴിഞ്ഞിരുന്നു. തന്നെ പൂർണ്ണമായും അനുസരിക്കുന്ന റാനെ ഹിംലർ പിന്നീട് യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലേക്കും അന്വേഷണങ്ങൾക്കായി അയച്ചു. ഓരോ യാത്രയും തങ്ങളെ ആ മാന്ത്രിക പാത്രത്തിലേക്ക് അടുപ്പിക്കുമെന്ന് ഹിംലർ വിശ്വസിച്ചു. പഴയ സ്ഥലങ്ങളിൽ കുഴിയെടുക്കാനും അന്വേഷണങ്ങൾ നടത്താനും റാൻ അനുമതി ചോദിക്കുന്ന പഴയ കത്തുകൾ ഇന്നും ചരിത്രരേഖകളിലുണ്ട്. ക്രിസ്തുമതത്തിനു മുൻപുള്ള പല പഴയ സ്ഥലങ്ങളിലേക്കും അയാൾ യാത്ര ചെയ്തു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ജർമ്മനിയിലെ എക്സ്റ്റേൻസ്റ്റീൻ. ആകാശം മുട്ടേ നിൽക്കുന്ന കൂറ്റൻ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ഒരിടം. പഴയ ജർമ്മൻ വിശ്വാസങ്ങളുടെ ഒരു കേന്ദ്രമായിരുന്നു അത്. ഇത്തരം സ്ഥലങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന എന്തെങ്കിലും രഹസ്യങ്ങൾ ആ നിധിയിലേക്ക് തങ്ങളെ എത്തിക്കുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. ഹിംലറുടെ പണവും പവറും ഉപയോഗിച്ച് യൂറോപ്പ് മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും ആ ഗുഹകളിലും കല്ലുകൾക്കിടയിലും റാൻ ശരിക്കും എന്താണ് കണ്ടെത്തിയത്? അതിനേക്കാൾ ഉപരി തോക്കുപിടിക്കാൻ പോലും അറിയാത്ത ഈ പാവം എഴുത്തുകാരന് ആ കൊടും ക്രൂരന്മാരായ പട്ടാളക്കാരുടെ കൂടെ എത്ര നാൾ പിടിച്ചു നിൽക്കാൻ കഴിയും? അയാളുടെ ആ യാത്ര അവസാനിച്ചത് എവിടെയാണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തുടങ്ങുന്നത് വലിയൊരു പരാജയത്തിൽ നിന്നാണ്. അതെ, ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ആ ഹോളി ഗ്രേയിലിൻ്റെ ഒരു ചെറിയ സൂചന പോലും കണ്ടെത്താൻ റാന് കഴിഞ്ഞില്ല. ആ ഗുഹകളിൽ അവരെ കാത്തിരുന്നത് ഒരു വലിയ ശൂന്യത മാത്രമായിരുന്നു. ഇതോടെ ഫ്രാൻസിലെയും ജർമ്മനിയിലെയും അന്വേഷണങ്ങൾ മാത്രം പോരാ എന്ന് നാസികൾക്ക് മനസ്സിലായി. ഹിംലർ തൻ്റെ അന്വേഷണം അവിടെ കൊണ്ടും അവസാനിപ്പിച്ചില്ല. പഴയ കഥകളിലെ സൂചനകൾ തേടി സാക്ഷാൽ ഐസ്ലാൻഡിലേക്ക് വരെ ഹിംലർ തൻ്റെ വലിയൊരു SS സംഘത്തെ അയച്ചു. കാശും അധികാരവും വെള്ളം പോലെ ചിലവാക്കി അരിച്ചു പെറുക്കിയിട്ടും ഫലം പഴയത് തന്നെയായിരുന്നു. ആ വിശുദ്ധ പാത്രത്തിൻ്റെ ഒരു ചെറിയ സൂചന പോലും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഇവിടെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് മനുഷ്യർ ദൈവമായി കാണുന്ന യേശുക്രിസ്തു ഉപയോഗിച്ച അദ്ദേഹത്തിൻ്റെ രക്തം പുരണ്ട ആ വിശുദ്ധ നിധി ലോകം മുഴുവൻ നശിപ്പിക്കാനും നിരപരാധികളെ കൊന്നൊടുക്കാനും നടക്കുന്ന ഈ കൊടും ക്രൂരന്മാരായ നാസികളുടെ കയ്യിൽ കിട്ടാൻ ദൈവം ഒരിക്കലെങ്കിലും അനുവദിക്കുമോ? സ്വന്തം സ്വാർത്ഥതയ്ക്കും
അധികാരത്തിനും വേണ്ടി ലോകത്തെ ഇരുട്ടിലാക്കാൻ നോക്കുന്നവരിൽ നിന്ന് ആ നിധി ചരിത്രം തന്നെ എന്നേക്കുമായി മറച്ചു പിടിച്ചതാകാം. പക്ഷേ അവിടെയാണ് ഈ കഥയിലെ ഏറ്റവും വലിയ സസ്പെൻസ് ഒളിഞ്ഞു കിടക്കുന്നത്. ദൈവം ആ നിധി നാസികൾക്ക് കൊടുക്കില്ല എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴും ചരിത്രത്തിലെ ചില രഹസ്യവാദങ്ങൾ പറയുന്നത് മറ്റൊന്നാണ്. അതെ, ഈ തിരച്ചിലുകൾക്കൊടുവിൽ നാസികൾ ശരിക്കും ആ ഹോളി ഗ്രെയിൽ കണ്ടെത്തിയെന്നും യുദ്ധത്തിൻ്റെ അവസാന കാലത്ത് അതൊരു പ്രത്യേക നാസി കമാൻഡോയുടെ കയ്യിൽ സുരക്ഷിതമായി ഏൽപ്പിച്ചുവെന്നും ഇന്നും ചിലർ അവകാശപ്പെടുന്നുണ്ട്. ശരിക്കും അവർക്കത് കിട്ടിയോ, അതോ പരാജയം മറച്ചുവെക്കാൻ ഹിംലർ ഇറക്കിയ വെറുമൊരു കള്ളക്കഥയായിരുന്നോ അത്? ഈ നിധിവേട്ടയുടെ ഏറ്റവും ത്രില്ലിംഗ് ആയ ആ ക്ലൈമാക്സ് എന്താണെന്ന് അറിയണമെങ്കിൽ ഇതിനുശേഷം ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. പക്ഷെ ദൈവം ഈ നിധി ഒളിപ്പിച്ചാലും ഇല്ലെങ്കിലും ദിവസം ചെല്ലുന്തോറും റാൻഡ് പേടി കൂടി വന്നു. കാരണം ഹിംലർക്ക് വേണ്ടത് ന്യായീകരണങ്ങളല്ല, റിസൾട്ടാണെന്ന് അയാൾക്ക് നന്നായി അറിയാമായിരുന്നു. ഓരോ യാത്രയും പരാജയപ്പെടുമ്പോഴും നാസി പോലീസിൽ തനിക്കുള്ള വില കുറയുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി. ഹിംലറെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കാൻ ആ നിധി കിട്ടിയില്ലെങ്കിലും മറ്റെന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് അയാൾ രാപ്പകലില്ലാതെ തപ്പി നടന്നു. പക്ഷേ അതിനേക്കാൾ പേടിപ്പിക്കുന്ന മറ്റൊരു സത്യം ജർമ്മനിയിൽ തിരിച്ചെത്തിയപ്പോൾ അയാൾ നേരിൽ കണ്ടു. മുൻപ് എപ്പോഴും യാത്രകളിലായിരുന്നത് കൊണ്ട് നാസികളുടെ യഥാർത്ഥ ക്രൂരത അയാൾ അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി. ആ നാസി പോലീസ് വെറും ഒരു പട്ടാള ഗ്രൂപ്പ് ആയിരുന്നില്ല. ജർമ്മനിയിലെ സകലതും നിയന്ത്രിക്കുന്ന ഒരു കൊലയാളി സംഘമായി, ഡെത്ത് സ്ക്വാഡായി അവർ മാറിയിരുന്നു. താൻ ചെന്ന് പെട്ടിരിക്കുന്നത് എത്ര വലിയ അപകടത്തിലാണെന്ന് അയാൾ പതുക്കെ തിരിച്ചറിയാൻ തുടങ്ങി. ഒരു വശത്ത് നിധി കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ പേടി, മറുവശത്ത് ഈ കൊലയാളി സംഘത്തിൻ്റെ കൂടെ ജീവിക്കേണ്ടി വരുന്നതിൻ്റെ വലിയ സങ്കടവും സമ്മർദ്ദവും. ഇതിലൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയാതെ റാൻ പൂർണ്ണമായും മദ്യത്തിന് അടിമയായി. ഇതൊക്കെ കണ്ട് ഇനിയും റിസൾട്ട് തരാത്ത റാനെ കാത്തിരിക്കാൻ ഹിംലർക്ക് ഒട്ടും ക്ഷമയുണ്ടായിരുന്നില്ല. 1937 യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഹിംലർ റാൻ്റെ എല്ലാ പദവികളും എടുത്തു കളഞ്ഞു. പകരം അയാൾക്ക് കൊടുത്ത പണി എന്തായിരുന്നു എന്നറിയാമോ? ആർക്കു വേണ്ടി അയാൾ തൻ്റെ സ്വപ്നങ്ങൾ പണയം വെച്ചോ ആ കൊടും ക്രൂരന്മാരുടെ ജയിലുകളായ ഡാവ്ചൗ, ബുക്കൻവാൾഡ് എന്നിവിടങ്ങളിൽ ഒരു സാധാരണ ഗാർഡായി നിൽക്കുക. അവിടെ നാസികൾ തടവിലാക്കിയ പാവങ്ങളോട് കാണിക്കുന്ന കൊടും ക്രൂരതകൾ ആ പാവം എഴുത്തുകാരന് നേരിട്ട് കാണേണ്ടി വന്നു. ആ കാഴ്ചകൾ റാനെ പൂർണ്ണമായും തകർത്തു. ഈ നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ അയാൾ ആഗ്രഹിച്ചു. ഫ്രാൻസിലേക്ക് പോകാൻ അനുമതി ചോദിച്ചെങ്കിലും അവർ അത് കൊടുത്തില്ല. സുഹൃത്തുക്കൾക്ക് എഴുതിയ രഹസ്യ കത്തുകളിൽ അയാൾ തൻ്റെ സങ്കടം മുഴുവൻ തുറന്നെഴുതിയിരുന്നു. സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരാൾക്ക് ഇനി ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയില്ല എന്ന് അയാൾ കരഞ്ഞു പറഞ്ഞു. എന്നാൽ ഇതിനെല്ലാം പുറമെ റാൻ്റെ ജീവന് തന്നെ ഭീഷണിയായ മറ്റൊരു വലിയ രഹസ്യം കൂടി അവിടെ ഉണ്ടായിരുന്നു. ഓട്ടോ റാൻ ഒരു ഹോമോസെക്ഷൽ ആയിരുന്നു. നാസി ജർമ്മനിയിൽ അന്ന് ഇങ്ങനെയുള്ളവർക്ക് ഒരൊറ്റ ശിക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആ ഭയപ്പെടുത്തുന്ന ജയിലുകളിലെ നരകയാതനകൾക്ക് ശേഷമുള്ള മരണം. അന്ന് ആയിരക്കണക്കിന് ആളുകളെയാണ് ഇതിൻ്റെ പേരിൽ അവർ കൊന്നൊടുക്കിയത്. ഒരു വശത്ത് നിധി കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ ദേഷ്യം, മറുവശത്ത് റാൻ്റെ ഈ രഹസ്യം കൂടി നാസികൾ അറിഞ്ഞാൽ എന്തായിരിക്കും റാൻ്റെ വിധി? ഹിംലർ ആ പാവം റിസർച്ചറെ വെറുതെ വിടുമോ? ഈ ഒരൊറ്റ സത്യം പുറത്തറിഞ്ഞാൽ തന്നെ റാൻ്റെ ജീവൻ പോകുമെന്ന് ഉറപ്പായിരുന്നു. ആ പേടിയിൽ ഓരോ ദിവസവും തള്ളി നീക്കുന്ന റാനെ കാത്തിരുന്നത് ഇതിലും വലിയ മറ്റൊരു ആഘാതമായിരുന്നു. കാരണം ഓട്ടോറാൻ്റെ രഹസ്യങ്ങൾ അവിടെ ഒന്നും തീർന്നില്ല. നാസി പോലീസിൽ പിടിച്ചു നിൽക്കാൻ അയാൾ മറച്ചുവെച്ച ഇതിലും ഭയപ്പെടുത്തുന്ന മറ്റൊരു സത്യം കൂടി ഉണ്ടായിരുന്നു. നാസി പോലീസിൽ ചേരണമെങ്കിൽ വലിയൊരു കടമ്പയുണ്ടായിരുന്നു. തങ്ങളുടെ കുടുംബത്തിന് ജൂതന്മാരുമായി യാതൊരു ബന്ധവുമില്ലെന്ന് തെളിയിക്കുന്ന രേഖകൾ അവർ കൊടുക്കണമായിരുന്നു. എന്നാൽ റാൻ അത് കൊടുക്കാതെ നീട്ടിക്കൊണ്ടുപോയി. കാരണം എന്താണെന്നറിയാമോ? റാൻ്റെ അമ്മയുടെ കുടുംബത്തിന് ജൂത പാരമ്പര്യം ഉണ്ടായിരുന്നു എന്ന് അന്ന് സംസാരമുണ്ടായിരുന്നു. നാസികൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ജൂതന്മാരുടെ രക്തം ഓട്ടോ റാൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നുവെന്ന് ചില ചരിത്രകാരന്മാർ ഇന്നും വിശ്വസിക്കുന്നുണ്ട്. 1939 ആയപ്പോഴേക്കും കാര്യങ്ങൾ പൂർണ്ണമായും കൈവിട്ടുപോയി. ആ നിധി കണ്ടുപിടിക്കാൻ കഴിയാത്തത് കൊണ്ട് ഹിംലറുടെ സപ്പോർട്ട് റാന് നഷ്ടപ്പെട്ടിരുന്നു. തന്നെ സഹായിക്കാൻ ഇനി ആരുമില്ലാത്ത ആ സമയത്താണ് അയാളുടെ ഹോമോസെക്ഷുവാലിറ്റി, ജൂത പാരമ്പര്യത്തെക്കുറിച്ചുമുള്ള രഹസ്യങ്ങൾ നാസി നേതാക്കൾ അറിയുന്നത്. നാസി ജർമ്മനിയിൽ ഇതിലൊരൊറ്റ കാര്യം മതി: കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങി മരിക്കാൻ. തന്നെ കാത്തിരിക്കുന്നത് ആ ജയിലിലെ മരണമാണെന്ന് റാൻ ഉറപ്പായി. ഒന്നുകിൽ പീഡനം, അല്ലെങ്കിൽ മരണം. വേറെ വഴിയൊന്നും അയാൾക്ക് മുൻപിലില്ലായിരുന്നു. അങ്ങനെ 1939 മാർച്ച് മാസം തൻ്റെ അവസാനം അടുത്തുവെന്ന് ഉറപ്പായ റാൻ ആൽപ്സ് മലനിരകളിലേക്ക് ഒരു യാത്ര പോയി. മഞ്ഞു മൂടിക്കിടക്കുന്ന ആ കൊടും തണുപ്പിൽ ആ വലിയ മലനിരകളിലേക്ക് അയാൾ ഒറ്റയ്ക്ക് നടന്നു കയറി. അയാളുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു കുപ്പി വിസ്കിയും കുറച്ച് ഉറക്ക ഗുളികകളും മാത്രമായിരുന്നു.
എന്തിനാണ് മരിക്കാൻ അയാൾ ആ മാർച്ച് മാസം തന്നെ തിരഞ്ഞെടുത്തത്? അതിൽ വലിയൊരു സസ്പെൻസ് ഉണ്ട്. ഓർമ്മയുണ്ടോ ആ മോൺസേഗോർ കോട്ട? വർഷങ്ങൾക്ക് മുമ്പ് മാർച്ച് മാസത്തിലാണ് ആ കാത്തറുകളെ സൈന്യം ജീവനോടെ ചുട്ടരിച്ചത്. തൻ്റെ ജീവിതം മുഴുവൻ താൻ അന്വേഷിച്ച് നടന്ന ആ കാത്തറുകളുടെ അതേ വിധി തന്നെയാണ് തനിക്കും വന്നതെന്ന് അയാൾക്ക് മനസ്സിലായി കാണും. ആ ഒരു വാർഷികം തന്നെ അയാൾ തൻ്റെ അവസാനത്തിനായി തിരഞ്ഞെടുത്തു. ആ കൊടും മഞ്ഞിൽ ഗുളികകൾ കഴിച്ച് മദ്യപിച്ച് തണുത്തുറഞ്ഞ് അയാൾ മരിച്ചു. അയാൾക്ക് തണുപ്പടിച്ച് മരണം സംഭവിച്ചു എന്നാണ് നാസികൾ ഔദ്യോഗികമായി പറഞ്ഞത്. എന്നാൽ അതൊരു ആത്മഹത്യ ആയിരിക്കാം എന്നാണ് മിക്ക ചരിത്രകാരന്മാരും കരുതുന്നത്. ഇതൊന്നും പുറത്തറിയാതിരിക്കാൻ നാസികൾ ഒരു കള്ളക്കഥ ഉണ്ടാക്കി. നാസി പോലീസിന് മികച്ചൊരു ഓഫീസറെയും ഗവേഷകനെയും നഷ്ടപ്പെട്ടു എന്നവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ലോകം കണ്ട ഏറ്റവും വലിയ നിധിക്ക് പിന്നാലെ പാഞ്ഞ ആ മനുഷ്യൻ്റെ ജീവിതം അങ്ങനെ മഞ്ഞിൽ അവസാനിച്ചു. ഓട്ടോറാൻ്റെ മരണത്തോടെ ഈ കഥ കഴിഞ്ഞുവെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയിട്ടും ഹിംലറുടെ ഉള്ളിൽ ആ നിധിവേട്ടയുടെ ഭ്രാന്ത് തീർന്നിരുന്നില്ല. നാസി പട്ടാളക്കാർ യുദ്ധത്തിൻ്റെ തിരക്കുകളിലേക്ക് മാറിയെങ്കിലും ഹിംലർ തൻ്റെ പഴയ അന്വേഷണം ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. 1940 അഡോൾഫ് ഹിറ്റ്ലറിനൊപ്പം സ്പെയിനിലെ നേതാവായ ജനറൽ ഫ്രാങ്കോയെ കാണാൻ ഹിംലർ പോയി. സ്പെയിനിനെ തങ്ങളുടെ കൂടെ യുദ്ധത്തിൽ നിർത്തുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ ഹിംലറുടെ മനസ്സിൽ അതായിരുന്നില്ല. ആരും അറിയാതെ അയാൾ സ്പെയിനിലെ മലനിരകളിലുള്ള ഒരു പഴയ ആശ്രമത്തിലേക്ക് യാത്ര തിരിച്ചു. എന്തിനാണ് ഹിംലർ സ്പെയിനിലേക്ക് തന്നെ പോയത്? അവിടെയാണ് ചരിത്രത്തിലെ മറ്റൊരു വലിയ രഹസ്യം. യേശുക്രിസ്തു ഉപയോഗിച്ച യഥാർത്ഥ പാനപാത്രം അഥവാ വലൻസിയയിലെ പാനപാത്രം, ഇത് ഹോളി ചാലിസ് ഓഫ് വലൻസിയ, സ്പെയിനിലെ ഒരു പള്ളിയിൽ രഹസ്യമായി സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അന്നേ വിശ്വാസമുണ്ടായിരുന്നു. ഇന്നും കത്തോലിക്ക സഭ ഏറ്റവും പവിത്രമായി കാണുന്ന ആ നിധി തേടിയാണ് ഹിംലർ ആ ആശ്രമത്തിലെത്തിയത്. പക്ഷേ ഇവിടെ നിങ്ങളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. ഈ പള്ളിയിൽ ഇരിക്കുന്നതാണ് യഥാർത്ഥ ഹോളി ഗ്രെയിൽ എന്ന് ചരിത്രരേഖകളോ എന്തിനേറെ പറയുന്നു സാക്ഷാൽ വത്തിക്കാൻ പോലുമോ ഇന്ന് വരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. അതൊരു വലിയ പുണ്യവസ്തുവായി അവർ സംരക്ഷിക്കുന്നുണ്ടെങ്കിലും ഹിംലർ അന്വേഷിച്ച് നടന്ന ആ മാന്ത്രിക ശക്തികളുള്ള പാത്രം അതുതന്നെയാണെന്ന് ആർക്കും ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ യഥാർത്ഥ ഹോളി ഗ്രെയിൽ എവിടെയാണെന്നുള്ള ആ വലിയ ചോദ്യം അവിടെയും ബാക്കിയാവുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു സന്യാസിയോട് ഹിംലർ വിവരങ്ങൾ ചോദിച്ചെങ്കിലും അയാൾ ഒന്നും വിട്ടു പറഞ്ഞില്ല. ഈ നിധിയെക്കുറിച്ച് അയാൾക്ക് ശരിക്കും അറിയാമായിരുന്നു. അതോ ഇതൊക്കെ വെറും കെട്ടുകഥകളാണെന്ന് കരുതി ഹിംലറെ ഒഴിവാക്കിയതാണോ എന്ന് ഇന്നും ആർക്കും അറിയില്ല. എന്തായാലും ഇത്തവണയും ഹിംലർക്ക് വെറും കൈയോടെ മടങ്ങേണ്ടി വന്നു. വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. നാസി ജർമ്മനി തകർന്നു തരിപ്പണമായി. എന്നാൽ 1991 ഈ നിധിവേട്ടയുടെ കഥ വീണ്ടും ലോകത്തെ ഞെട്ടിച്ചു. അമേരിക്കൻ പട്ടാളത്തിലെ ഡോക്ടറായിരുന്ന ഹൊവാർഡ് ബ്യൂക്നർ എഴുതിയ ഇത് എമറാൾഡ് കപ്പ് എന്ന പുസ്തകമാണ് ഇതിന് കാരണമായത്. ഈ പുസ്തകം പറയുന്ന കഥ കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടും. ഓട്ടോറാനെ പോലെ പുസ്തകം വായിക്കുന്നവരെ വെച്ച് നിധി കണ്ടുപിടിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഹിംലർ പിന്നീട് ആ ജോലി ഏൽപ്പിച്ചത് നാസികളുടെ ഏറ്റവും വലിയ കമാൻഡോയെ ആയിരുന്നു. ഓട്ടോ സ്കോർസേനി. 6.5 അടിയോളം പൊക്കവും മുഖത്ത് വലിയൊരു വെട്ടുകൊണ്ട പാടുമുള്ള ഒരു ഭീകരൻ. ഇറ്റാലിയൻ നേതാവിനെ മലമുകളിലെ ജയിലിൽ നിന്ന് വിമാനത്തിൽ പോയി രക്ഷപ്പെടുത്തിയ നാസികളുടെ സ്വന്തം ഹീറോ. 1944 മാർച്ചിൽ സ്കോർസേനി ഓട്ടോറാൻ പോയ ആ പഴയ ഫ്രഞ്ച് കോട്ടയിൽ വീണ്ടും എത്തി. ഒരു ചരിത്രകാരൻ്റെ ബുദ്ധിയല്ല, ഒരു പട്ടാളക്കാരൻ്റെ തന്ത്രമാണ് അയാൾ അവിടെ ഉപയോഗിച്ചത്. ശത്രുക്കൾ വളഞ്ഞ ആ കോട്ടയിൽ നിന്ന് കാത്തറുകൾ എങ്ങനെ നിധിയുമായി രക്ഷപ്പെട്ടു എന്നാണല്ലോ എല്ലാവരും ചിന്തിച്ചിരുന്നത്. എന്നാൽ സ്കോർസേനി ആ കോട്ടയുടെ ഒരു വശം ശ്രദ്ധിച്ചു. കുത്തിനെ താഴേക്ക് നിൽക്കുന്ന, ആർക്കും ഇറങ്ങാൻ കഴിയില്ലെന്ന് ഉറപ്പുള്ള ഒരു വലിയ കൊക്ക. ആർക്കും ഇറങ്ങാൻ കഴിയില്ലെന്ന് തോന്നിപ്പിക്കുന്ന ആ വഴി തന്നെ ആയിരിക്കും രക്ഷപ്പെടാൻ അവർ തിരഞ്ഞെടുത്ത ഏറ്റവും സുരക്ഷിതമായ വഴിയെന്ന് സ്കോർസേനി ചിന്തിച്ചു. രാത്രിയുടെ ഇരുട്ടിൽ കയറുകൾ ഉപയോഗിച്ച് അവർ ആ കൊക്കയിലൂടെ താഴേക്കിറങ്ങി രക്ഷപ്പെട്ടിട്ടുണ്ടാകാം. ബ്യൂക്നറുടെ പുസ്തകം പറയുന്നത് ആ വഴിയിലൂടെ പോയ സ്കോർസേനിക്ക് ആ നിധി കിട്ടി എന്നാണ്. കാത്തറുകൾ മരിച്ചു വീണതിൻ്റെ കൃത്യം 700-ാം വാർഷികമായ 1944 മാർച്ച് 16 ഒരു ജർമ്മൻ വിമാനം ആ മലനിരകൾക്ക് മുകളിൽ ഒരു കുരിശിൻ്റെ ആകൃതിയിൽ പറന്നുവെത്രേ. മിഷൻ വിജയിച്ചു എന്നതിൻ്റെ സിഗ്നലായിരുന്നു അത്. അതൊരു സ്വർണ്ണപാത്രത്തിന് പകരം പച്ച നിറത്തിലുള്ള ഒരു അത്ഭുത കപ്പായിരുന്നുവെന്നും പിന്നീട് അത് രഹസ്യമായി നാസികളുടെ മുങ്ങിക്കപ്പലിൽ അന്റാർട്ടിക്കയിലെ ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നും ആ പുസ്തകം പറയുന്നു. കേൾക്കാൻ നല്ലൊരു ഹോളിവുഡ് സിനിമ പോലെ തോന്നുന്നുണ്ടല്ലേ? എന്നാൽ ഇന്നത്തെ ചരിത്രകാരന്മാർ ഈ കഥയെ പുച്ഛിച്ചു തള്ളുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ സ്കോർസേനി ആ പറയുന്ന സമയത്ത് ഫ്രാൻസിലെ ഈ കോട്ടയുടെ അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഔദ്യോഗിക മിലിറ്ററി രേഖകൾ പ്രകാരം അയാൾ അന്ന് 100 കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം യൂഗോസ്ലാവിയയിൽ ഒരു യുദ്ധത്തിലായിരുന്നു. അന്റാർട്ടിക്കയിലെ നാസി ബേസും
ആ നിധിയുമൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണെന്ന് ഇന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥ ചരിത്രം ഇതിനേക്കാൾ പേടിപ്പിക്കുന്നതാണ്. വർഷങ്ങളോളം പണവും സമയവും ചിലവാക്കിയിട്ടും ആ നാസി സംഘത്തിന് യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ ആ മാന്ത്രിക നിധി തങ്ങൾ നേടിയെടുത്തെന്നും ആ മിഷൻ വലിയൊരു വിജയമായിരുന്നുവെന്നുമുള്ള അവകാശവാദം ലോകത്തിനു മുന്നിൽ തങ്ങളാണ് ഏറ്റവും മികച്ചവർ എന്ന് വരുത്തി തീർക്കാൻ നാസികൾ തന്നെ മെനഞ്ഞെടുത്ത വെറും ഒരു കള്ളക്കഥ മാത്രമായിരുന്നു. 1945 മെയ് മാസം ലോകത്തെ മുഴുവൻ വിറപ്പിച്ച ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ആ പോലീസിൻ്റെ തലവൻ സാക്ഷാൽ ഹൈൻറിച്ച് ഹിംലർ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ പിടിയിലായി. വിചാരണ നേരിടാൻ പോലുമുള്ള ധൈര്യമില്ലാതെ വായിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന വിഷഗുളിക കടിച്ച് പൊട്ടിച്ച് അയാൾ ആത്മഹത്യ ചെയ്തു. ആ ഭീകരൻ്റെ മരണത്തോടെ നാസി സാമ്രാജ്യവും ലോകം കണ്ട ഏറ്റവും വലിയ ആ നിധിവേട്ടയും എന്നേക്കുമായി അവസാനിച്ചു. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, നാസികളും ഓട്ടോറാനും ആ പൈറനീസ് മലനിരകളിലെ ഇരുണ്ട ഗുഹകളിൽ തേടിയലഞ്ഞത് യഥാർത്ഥ ഹോളി ഗ്രെയിൽ ആയിരുന്നില്ല, മറിച്ച് ഒരു കവിയുടെ ഭാവനയിലുണ്ടായിരുന്ന ഏതോ ഒരു മാന്ത്രിക കല്ല് മാത്രമായിരുന്നു. അവർ ലോകത്തെ മുഴുവൻ വിഡ്ഢികളാക്കാൻ നോക്കി. ഒടുവിൽ വെറുമൊരു കവിതയ്ക്ക് പിന്നാലെ പോയി അവർ തന്നെ വിഡ്ഢികളായി മാറി. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു ഉപയോഗിച്ച ആ യഥാർത്ഥ പാനപാത്രം ഇപ്പോൾ എവിടെയാണ്? ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ടാകും. സ്പെയിനിലെ വലൻസിയ കത്തീഡ്രലിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ പഴയ പാനപാത്രമല്ലേ യഥാർത്ഥ ഹോളി ഗ്രെയിൽ? പഴയ മാർപ്പാപ്പമാർ വരെ കുർബാന അർപ്പിക്കാൻ ഉപയോഗിച്ച ആ പാത്രം യേശുക്രിസ്തുവിൻ്റേതാണെന്ന് പറയപ്പെടുന്നില്ലേ? ശാസ്ത്രീയ പരിശോധനകൾ പറയുന്നത് ആ പാത്രം കൃത്യമായി യേശു ജീവിച്ചിരുന്ന അതേ കാലഘട്ടത്തിൽ, അതായത് 1-ാം നൂറ്റാണ്ടിൽ മിഡിൽ ഈസ്റ്റിൽ നിർമ്മിച്ചതാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ യേശു ഉപയോഗിച്ചിരിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒന്നാണത്. എന്നാൽ അത് തന്നെയാണ് ആ ഹോളി ഗ്രെയിൽ എന്ന് വത്തിക്കാൻ പോലുമോ ചരിത്രരേഖകളോ ഇന്നുവരെ 100% ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ആ വലിയ ചോദ്യം ഇന്നും ബാക്കിയാണ്. നാസികളെ പോലുള്ള ക്രൂരന്മാരുടെ കൈകളിൽ നിന്നും മനുഷ്യൻ്റെ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകലെ കാലം ആ യഥാർത്ഥ പുണ്യനിധിയെ എന്നേക്കുമായി ഒളിപ്പിച്ചു വെച്ചതാകുമോ? അതോ എന്നെങ്കിലും ഒരിക്കൽ ആ അത്ഭുത പാത്രം ലോകത്തിന് മുന്നിൽ വെളിപ്പെടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു അറിവ് നൽകിയെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.